ഹലോ അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നോമ്പൊക്കെയാണല്ലോ അല്ലേ? ഈ നോമ്പിനൊക്കെ ഇപ്പോഴും നമ്മൾ പല പല വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഒരു കാലത്ത് ഇതുപോലെ വറുത്തരച്ച കറിയും പത്തിരിയൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഒന്ന് നാടൻ രീതിയിൽ ഇന്നത്തെ നോമ്പ് തുറ ഇഫ്താറൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പഴയ രീതിയിൽ തന്നെ തേങ്ങ പൊളിച്ച് ചിരവി എടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ പെരുംജീരകം, ചുവന്നുള്ളി, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പത്തിരിയിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ വറുത്തരച്ച കറി ഉണ്ടാക്കാനാണ് കേട്ടോ ഇന്നത്തെ പ്ലാനിങ്. തനി നാടൻ ഐറ്റംസ് തന്നെയാണ്. പുതുതായിട്ടുള്ള വെറൈറ്റീസ് ഒന്നുമല്ല, എല്ലാം പഴയ രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ പഴയ രുചികളായിരിക്കുമല്ലോ പലർക്കും ഇഷ്ടം ഇപ്പോഴും. എന്തൊക്കെ തന്നെ നല്ല വെറൈറ്റി സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചാൽ നല്ല പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് പഴയ കാലം മുതൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി പോയൊരു സംഭവമാണ്. പിന്നെ വറുത്തരച്ച മസാലയ്ക്ക് എന്ന് വെച്ചാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും വെക്കുമ്പോൾ നമ്മൾ കുറച്ച് വറുത്തിട്ട് തേങ്ങ വറുത്ത് വെക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഒരു ടേസ്റ്റ് ആയിരിക്കും. അത് പത്തിരിയിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാനും ഒക്കെ ഭയങ്കര രസമായിരിക്കും. അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ തന്നെ ഈ കറി ഒഴിച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം പിന്നെ കുറച്ച് ബീഫ് വരട്ടാന്ന് വിചാരിച്ച് കുറച്ച് ചുവന്നുള്ളി അധികം എടുത്തിട്ട് കറിവേപ്പിൻ്റെലയും ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്നിങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട്. ബീഫ് വേവിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ചുവന്നുള്ളിയാണ് കേട്ടോ കൂടുതലായിട്ട് ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ബീഫ് നമുക്കത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി സെറ്റാക്കി. വല്ലാതെ ഡ്രൈ ആകുന്നത് ചിലർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല, എന്നാലും കുറഞ്ഞ ഗ്രേവി ഉണ്ടാകുമ്പോഴും രസമാണ്. ഇനി പൊറോട്ടയ്ക്കാണെങ്കിലും തന്നെ പത്തിരിക്കാണെങ്കിലും വറുത്തരച്ച കറിയും അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് വരട്ടിയത് കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റിൽ കഴിക്കുക. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും അങ്ങനെ വല്ലാതെ ആരും വറുത്തരച്ച കറിയും പത്തിരിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. പൊതുവെ വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ ഒപ്പിക്കലാണല്ലോ. ഇപ്പോൾ നല്ല വെറൈറ്റി ഐറ്റംസുള്ള ഒരുപാട് സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പത്തിരി ഉണ്ടാക്കലൊക്കെ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ ഇന്നിവിടെ നാടൻ രീതിയിൽ തന്നെ കേട്ടോ ഞാൻ ബീഫ് ഉണ്ടാക്കിയതും. അതുപോലെ തന്നെ ബീഫിലേക്ക് കുറച്ച് വറുത്തരച്ച് കുറച്ച് തേങ്ങ വറുത്ത് മാറ്റി വെച്ച് അങ്ങനെ കറി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കൂടുതൽ ചില ആളുകൾക്ക് കൂടുതൽ ഫ്രൈ ആണ് ഇഷ്ടമുണ്ടാവില്ല. ചിലർക്ക് ഗ്രേവിയോട് കൂടിയുള്ള ബീഫ് കഴിക്കാനായിരിക്കും ഇഷ്ടം. പത്തിരിക്കാണെങ്കിലും പൊറോട്ടയ്ക്കാണെങ്കിലും നെയ്പ്പത്തൽക്കാണെങ്കിലും ഒക്കെ ഈ ഒരു ഐറ്റംസിലാവുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കഴിക്കാൻ. കുക്കറിൽ നമ്മൾ ആദ്യം തന്നെ വറവിട്ട് വെക്കണേക്കാൾ ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം ബീഫ് വേവിച്ചതിന് ശേഷം പിന്നീട് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് നല്ല ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ബീഫ് ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ട് ടേസ്റ്റ് തോന്നും കേട്ടോ. ചില ആളുകളാണെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ. അതും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ബീഫൊക്കെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ രീതിയിൽ തന്നെയാണ് കേട്ടോ. ശരിക്കും മൺചട്ടിയിൽ ഇതിങ്ങനെ വേവണം. വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിങ്ങനെ ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് വറവിടുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കുക. നല്ല സാധാരണ കുക്കറിൽ ഡയറക്റ്റ് വെക്കണേക്കാൾ ഒന്നും കൂടി ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാകുക. ചില ആളുകളാണെങ്കിൽ ഇത് നോമ്പിന് മുമ്പേ തന്നെ വറുത്ത് വെക്കും. 3-4 തേങ്ങയൊക്കെ ഇതങ്ങനെ ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് മിക്സിയിൽ അരച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കും. ആദ്യമൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കൂലായിരുന്നു. പഴയ കാലത്തൊക്കെ കുപ്പിയിലിട്ട് വെക്കലായിരുന്നു. അങ്ങനെ പിന്നെ പച്ച തേങ്ങ അരക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് 1-2 സ്പൂണ് വറുത്തരച്ച ആ ഒരു മസാല നമ്മൾ പച്ചത്തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നായിട്ടൊരു മിക്സ് ചെയ്യലാണ് കേട്ടോ പതിവ്. അങ്ങനെ ആകുമ്പോഴും അതിൻ്റെതൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ പഴയ കാലത്തെ പത്തിരി എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ പ്രസ്സുമ്പിലാണ് പത്തിരി വരുത്തുക. അതുകൊണ്ട് തന്നെ പത്തിരിയുടെ വലുപ്പത്തിൽ നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നല്ലോണം പൊടി വാട്ടി കുഴച്ച് ഉണ്ടാക്കി. അന്ന് പ്രസ്സൊന്നും ഇല്ലായിരുന്നു. അന്ന് ഓടക്കുഴലുകൊണ്ട് നന്നായിട്ട് പത്തിരിയൊക്കെ പരത്തി ഉണ്ടാക്കിയ നല്ല വലിയ നൈസ് പത്തിരി ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ മെഷീൻ പത്തിരി നമ്മൾ ഈ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങണ പത്തിരി ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നത് ടേസ്റ്റും ഇല്ല കേട്ടോ. എന്നാലും പഴയകാലത്തെ വറുത്തരച്ച കറിയും ആ ഒരു പലമ്മൽ പരത്തിയ പത്തിരിയൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് കേട്ടോ. അത് കഴിച്ചോലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതെന്ന് വെച്ചാൽ ഇത് പ്രസ്സും അമർത്തിയത് കൊണ്ട് തന്നെ ചുട്ടെടുത്തിട്ടും അത്ര വലിപ്പമൊന്നും വന്നിട്ടില്ല. വലിപ്പമാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ഒന്നും കൂടി പരത്തി കൊടുക്കണം. ഇപ്പോൾ പിന്നെ ആർക്കും സമയമില്ലല്ലോ, ഫുഡ് ഉണ്ടാക്കാനൊന്നും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടി അങ്ങനെ ചെയ്യും. പക്ഷേ എങ്കിലും വറുത്തരച്ച കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏതായാലും തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ച് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അത് കുക്കറിലേക്ക് തന്നെ ഒഴിച്ചിട്ട്
നന്നായിട്ട് ഒന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർക്കുന്നത് ഇതാ ചുവന്നുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തതിൻ്റെ ശേഷം നമുക്കിത് ആ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ പ്രത്യേകമായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നാണ്, പക്ഷേ ഞാനിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം ഇതാണ്. നമ്മളെ നാടൻ രീതിയിൽ നാടൻ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇന്ന് സാധാരണ നൈസ് പത്തിരിയാണ്. ഇന്ന് സാധാരണ ഇറച്ചി, അതായത് ബീഫ് വരട്ടിയതും അതുപോലെ തന്നെ വറുത്തരച്ച കറിയുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറിയാകുമ്പോൾ. മറ്റേത് മുളകിട്ട കറിയാകുമ്പോൾ അത്ര ഇങ്ങോട്ട് കുട്ടികൾക്ക് ഇങ്ങോട്ട് തിന്നാൻ ചിലപ്പം കഴിയൂല എന്നൊക്കെ. ഇത് പറഞ്ഞാൽ പാകത്തിന് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ചില കുട്ടികൾക്കൊക്കെ ഇത് ഇനി പത്തിരിക്കാണെങ്കിലും പൊറോട്ടയ്ക്കാണെങ്കിലൊക്കെ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലുള്ള വറുത്തരച്ച കറി ഉണ്ടാക്കാറുണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.